വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ മൂന്നാമത്തെ അധ്യായമായ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയുടെ വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫോക്കസ് ഏരിയയുടെ അടിസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദ മിഡ് പോയിന്റ് ഓഫ് 10 to 15 ഈസ് 10 to 15 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് എത്രയാണ്, മധ്യവില എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 7.5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12.5, ഓപ്ഷൻ ഡി 2.5. മിഡ് പോയിൻ്റ്, മധ്യവില, എങ്ങനെയാണ് നമ്മൾ മിഡ് പോയിൻ്റ് അഥവാ മധ്യവില കണ്ടെത്തുക? മിഡ് പോയിൻ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നാണ് ഇക്വേഷൻ. ഉച്ചപരിധി കൂട്ടണം നീചപരിധി ഹരിക്കണം 2 എന്നാണ് മിഡ് പോയിൻ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. 10 to 15 എന്ന് പറയുന്ന ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് ഏറ്റവും വലിയ സംഖ്യ 15 ആണ്, ലോവർ ലിമിറ്റ് ഏറ്റവും ചെറിയ സംഖ്യ 10 ആണ്. അപ്പോൾ 15 + 10 ഹരിക്കണം 2. 15 + 10 എത്രയാണ്? 25 ആണ്. 25നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 12.5 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 12.5, 12.5 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2015 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കണക്ട് എ വിത്ത് ബി. എ എന്ന് പറയുന്ന കോളത്തിലെ കാര്യങ്ങൾ ബി എന്ന് പറയുന്ന കോളവുമായി മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഡിസോർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. സർവേൻ്റെ നേരെ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. സർവേയുമായി മാച്ച് ചെയ്യുന്നത് കോളം ബിയിലെ ഏതാണ്? സർവേ എന്തിനാ നമ്മൾ നടത്തുന്നത്? വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സർവേൻ്റെ നേരെ മാച്ച് ആയിട്ടുള്ളത് ഏതാ വരുന്നത്? ടു കളക്ട് ഡാറ്റ. ബി എന്ന് പറയുന്ന കോളത്തിലെ ടു കളക്ട് ഡാറ്റ ആണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ സർവേ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എ എന്ന് പറയുന്ന കോളത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നേരെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് അറേഞ്ചിങ് സിമിലർ തിങ്സ് ഇൻ ടു ഗ്രൂപ്പ് എന്നാണ്. ഒരേപോലുള്ളവയെ ഗ്രൂപ്പുകളാക്കുന്നു. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നേരെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നേരെ എഴുതാൻ പറ്റിയത്, മാച്ച് ചെയ്യാൻ പറ്റിയത് ഏതാ? പിന്നെ ബി എന്ന് പറയുന്ന കോളത്തിൽ അവസാനം കൊടുത്തിട്ടുണ്ട് ന്യൂമറിക്കൽ ഫാക്ട്സ് സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ്. സംഖ്യാപരമായ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെപ്പറ്റി പഠനം നടത്തുന്നതും ഒരു പഠന മേഖലയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നേരെ എന്ത് എഴുതേണ്ടത്? ന്യൂമറിക്കൽ ഫാക്ട്സ് സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് എന്നാണ് എഴുതി വെക്കേണ്ടത്. അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ സെൻസസ് ആണ് വരുന്നത്. സെൻസസിൻ്റെ നേരെ കളക്ട് ഡാറ്റ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതല്ല എഴുതി വെക്കേണ്ടത്. സെൻസസിൻ്റെ നേരെ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്നാണ് എഴുതി വെക്കേണ്ടത്. സെൻസസ് സർവേനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ. അപ്പോൾ അതാണ് സെൻസസിൻ്റെ നേരെ എഴുതി വെക്കേണ്ടത്. സെൻസസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ്റെ നേരെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. ക്ലാസിഫിക്കേഷൻ അതിൻ്റെ നേരെ എന്താണ് യഥാർത്ഥത്തിൽ എഴുതേണ്ടത്? അറേഞ്ചിങ് സിമിലർ തിങ്സ് ഇൻ ടു ഗ്രൂപ്പ്. ഒരേപോലുള്ളവയെ ഗ്രൂപ്പുകളാക്കുന്നു അഥവാ ക്ലാസ്സുകളാക്കുന്നു. അതാണ് ക്ലാസിഫിക്കേഷൻ്റെ നേരെ എഴുതേണ്ടത്. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? ഫ്രീക്വൻസി ആരെയാണ്. ഫ്രീക്വൻസി ആരയുടെ നേരെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് ന്യൂമറിക്കൽ ഫാക്ട്സ് സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ആണ്. അത് തെറ്റാണ്. ഫ്രീക്വൻസി ആരയുടെ നേരെ എഴുതേണ്ടത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. ഫ്രീക്വൻസി ആരയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. അപ്പോൾ ഇത് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2014 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് വിപിൻ ക്ലാസിഫൈഡ് ദ സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ ഓൺ ദ ബേസിസ് ഓഫ് ദിയർ ഹൈറ്റ്സ് ആസ് ഫോളോസ്. വിപിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ
തരംതിരിച്ചു, ക്ലാസിഫൈ ചെയ്തു. അതാണ് താഴെ ടേബിളായിട്ട് പട്ടികയായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. 110ഉം 120, 110 സെൻറ്റിമീറ്ററും 120 സെൻറ്റിമീറ്ററിന് ഇടയിൽ വരുന്ന 75 കുട്ടികളാണുള്ളത്. അങ്ങനെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹൈറ്റിൽ വരുന്ന കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ, നെയിം ദി ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരെന്താണ്? വിപിന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഏത് തരം ക്ലാസിഫിക്കേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് എന്തിന് ഉദാഹരണമാണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. ഓപ്ഷൻ ബി എന്താ? ടെൽ ഹിം ദി അതർ വേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. തരംതിരിക്കലിൻ്റെ മറ്റു വിധങ്ങളെ പറ്റിയിട്ട് വിപിന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മറ്റു ക്ലാസിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. പിന്നെ വേറെ മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണുള്ളത്. 1 ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, 2 ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 3 ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ ബാക്കി വരുന്ന 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതാണ് ഓപ്ഷൻ ബിയുടെ ഉത്തരം. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ഫൈൻഡ് ദി ക്ലാസ് ഇൻ്റർവെൽ ആൻഡ് ഡിഫൈൻ ഇറ്റ്. ക്ലാസ് ഇൻ്റർവെല്ല് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്ലാസ് ഇൻ്റർവെല്ലും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതി വെക്കണം. ക്ലാസ് ഇൻ്റർവെല്ല് എങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ല് കണ്ടെത്തുക? ക്ലാസ് ഇൻ്റർവെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് കാൾഡ് ക്ലാസ് ഇൻ്റർവെൽ. ഒരു ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റും ഉച്ചപരിധിയും ലോവർ ലിമിറ്റ് നീചപരിധിയും, ഒരു ക്ലാസ്സിലെ ഏറ്റവും ചെറിയ സംഖ്യയും വലിയ സംഖ്യയും, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉച്ചപരിധിയും നീചപരിധിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റാണ് ക്ലാസ്സായി കൊടുത്തിട്ടുള്ളത്. 110 to 120, 120 to 130, 130 to 140, 140 to 150, 150 to 160, 160 to 170. ഇതൊക്കെ ഈ ക്ലാസ്സിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഡിഫറൻസ് എന്താണെന്നാണ് ക്ലാസ് ഇൻ്റർവെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നോക്കിയേ, 110 to 120 ആണ് ആദ്യത്തെ ക്ലാസ്. അവസാനത്തെ ക്ലാസ് 160 to 170. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ് ഇൻ്റർവെൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ക്ലാസ് ഇൻ്റർവെൽ കണ്ടെത്താൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ കുറയ്ക്കുക. അതായത് ആദ്യത്തെ ക്ലാസ് നോക്കിയാൽ 110 to 120 ആണ്. അതിൽ അപ്പർ ലിമിറ്റ് 120 ആണ്, ലോവർ ലിമിറ്റ് 110 ആണ്. അപ്പോൾ 120 110 കുറച്ചാൽ 10 കിട്ടും. ക്ലാസ് ഇൻ്റർവെൽ 10 ആണ്. ബാക്കി വരുന്ന എല്ലാ ക്ലാസ്സിലെയും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്ലാസ് ഇൻ്റർവെൽ എത്ര തന്നെയാണ്? 10 ആണ്. അപ്പോൾ ഓപ്ഷൻ സിയുടെ ഉത്തരം ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഓപ്ഷൻ എ ബി സി കഴിഞ്ഞിട്ട് ഡി വരുന്നുണ്ട്. എന്താ പറയുന്നത്? ഡി എന്താ പറയുന്നത്? സ്റ്റേറ്റ് ദ ക്ലാസ് മാർക്ക് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്ലാസ്. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സായ 110 to 120, അവസാനത്തെ ക്ലാസ്സായ 160 to 170, അതിൻ്റെ ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിൻ്റ്, മധ്യവില കണ്ടെത്താനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടെത്തുക, മധ്യവില എങ്ങനെ കണ്ടെത്തുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. ഒരു ക്ലാസ്സിലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടിക്കൊണ്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് നമ്മൾ ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിൻ്റ് അഥവാ മധ്യവില എന്ന് വിളിക്കുന്നത്. നമ്മളോട് ആദ്യത്തെ ക്ലാസ്സായ 110 to 120, അവസാനത്തെ ക്ലാസ്സായ 160 to 170, അതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഇൻ്റർവെൽ എങ്ങനെ കണ്ടെത്തുക? 110 to 120, അതിൽ അപ്പർ ലിമിറ്റ് എത്രയാണ്? 120 ആണ്, ലോവർ ലിമിറ്റ് 110 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുക? നമ്മൾ മിഡ് പോയിൻ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നാണ്. അതുകൊണ്ട് 120 പ്ലസ് 110 ഡിവൈഡഡ് ബൈ 2, അതായത് നമുക്ക് 115 എന്ന് കിട്ടും. അവസാനത്തെ ക്ലാസ് 160 to 170 ആണ്. അതിൻ്റെ മിഡ് പോയിൻ്റ് അഥവാ ക്ലാസ് മാർക്ക് എങ്ങനെ കണ്ടെത്തുക? 170 പ്ലസ് 160 ഹരിക്കണം 2, അപ്പോൾ നമുക്ക് 165 എന്ന് കിട്ടും. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്സ് ഫോർ കൺവേർട്ടിംഗ് ആൻ ഇൻക്ലൂസീവ് സീരീസ് ഇൻ ടു എക്സ്ക്ലൂസീവ് സീരീസ്. ഇൻക്ലൂസീവ് സീരീസിലുള്ള
ഇൻക്ലൂസീവ് ശ്രേണിയിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് ആക്കി മാറ്റാൻ, എക്സ്ക്ലൂസീവ് ശ്രേണിയിലേക്ക് ആക്കി മാറ്റാനുള്ള സ്റ്റെപ്പുകൾ, കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ആദ്യം എഴുതി വെക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അത് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ ഒന്ന് പറഞ്ഞു നോക്കിയേ. അത് ഇൻക്ലൂസീവ് ആണ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കില്ല തൊട്ട് താഴെ ഉള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എങ്കിൽ അത്തരം ക്ലാസ്സിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് സീരീസ് അഥവാ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ കോളത്തിലെ ക്ലാസ് ഏതാണ്? 10 to 19 ആണ്. അതിൻ്റെ അപ്പർ ലിമിറ്റ് 19 ആണ്. തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റോ 20 ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അല്ല തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് സീരീസ് എന്ന് വിളിക്കുക. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സീരീസ് ഒരു ഇൻക്ലൂസീവ് സീരീസിന് അഥവാ ഇൻക്ലൂസീവ് ക്ലാസ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂസീവ് സീരീസിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് സീരീസിലാക്കി മാറ്റാൻ ഉള്ള സ്റ്റെപ്പുകളാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എയുടെ ഉത്തരമായി നമ്മൾ എഴുതേണ്ടത്. പ്രധാനമായും 4 സ്റ്റെപ്പുകളാണ് ഒരു ഇൻക്ലൂസീവ് സീരീസിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് സീരീസിലാക്കി മാറ്റാൻ ഫോളോ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് 4 സ്റ്റെപ്പുകൾ? 1. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും അതിൻ്റെ തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഈ ഒരു ഉദാഹരണ പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്ലാസ് 10 to 19 ആണ്. അതിൻ്റെ അപ്പർ ലിമിറ്റ് 19 ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 20 ആണ്. അങ്ങനെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 19, 20 തമ്മിലുള്ള വ്യത്യാസം 1. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡ് ദ ഡിഫറൻസ് ഒബ്റ്റെയിൻഡ് ബൈ 2. നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം കിട്ടിയ ഡിഫറൻസിനെ, വ്യത്യാസത്തിനെ 2 കൊണ്ട് ഹരിക്കാൻ ആണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമുക്ക് ഡിഫറൻസ് കിട്ടിയിരുന്നു, 1 എന്ന് പറയുന്ന ഡിഫറൻസ് നമുക്ക് കിട്ടിയിരുന്നു. ആ 1നെ 2 കൊണ്ട് ഹരിക്കുക. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും അതിൻ്റെ തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടിയിരുന്നു. 20 19 കുറച്ചപ്പോൾ, അഥവാ 19 20 കുറച്ചപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. അതിനെ 2 കൊണ്ട് ഹരിക്കുക. 1നെ 2 കൊണ്ട് ഹരിക്കുക. 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സബ്സ്ട്രാക്ട് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ഫ്രം ലോവർ ലിമിറ്റ് ഓഫ് ആൾ ക്ലാസ്സസ്. നമുക്കിങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രകാരം കിട്ടിയ വാല്യൂ, അതായത് 0.5, ഈ ഒരു ഉദാഹരണ പ്രകാരം 0.5, അത് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ക്ലാസ്സിലെ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും ആ 0.5 രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രകാരം കിട്ടിയ തുക മൈനസ് ചെയ്യുക. ഈ ഒരു ഉദാഹരണ പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ക്ലാസ് കോളത്തിലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 to 19, അതിൻ്റെ ലോവർ ലിമിറ്റ് 10 ആണ്. 20 to 29, അതിൻ്റെ ലോവർ ലിമിറ്റ് 20 ആണ്. അപ്പോൾ ഇതിലെ ലോവർ ലിമിറ്റിൽ നിന്നൊക്കെ 10, 20, 30, 40, 50 എന്നൊക്കെ 0.5 മൈനസ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ആഡ് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ടു അപ്പർ ലിമിറ്റ് ഓഫ് ആൾ ക്ലാസ്. ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ക്ലാസ് കോളത്തിലെ എല്ലാ അപ്പർ ലിമിറ്റിനോടൊപ്പവും ആ കിട്ടിയ വാല്യൂ, ഈ ഒരു ഉദാഹരണ പ്രകാരം 0.5, അത് ആഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 19, 29, 39, 49, 59, അതിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക, കൂട്ടുക. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളും ചെയ്താൽ ഇൻക്ലൂസീവിലുള്ളത് എക്സ്ക്ലൂസീവിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്? കൺവേർട്ട് ദ ഫോളോയിങ് ഇൻക്ലൂസീവ് സീരീസ് ഇൻറ്റു എക്സ്ക്ലൂസീവ് സീരീസ്. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് സീരീസിലാക്കി മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അടുത്തൊരു ക്വസ്റ്റ്യന് 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്കോർസ് ഓഫ് 25 സ്റ്റുഡൻസ് ഇൻ ഇക്കണോമിക്സ് എക്സാമിനേഷൻ ആർ ഗിവൺ ബിലോ. താഴെ നമുക്ക് 25 കുട്ടികൾക്ക് എക്കണോമിക്സ് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കിയതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കോളം നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളം മാർക്ക് കോളം, രണ്ടാമത്തത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളം. ഈ ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ട് വരുന്ന മാർക്കുകൾ 24, 20, 30, 42, 56, 35, 54, 40 ഇങ്ങനെയാണ് കോമൺ ആയിട്ട് വരുന്ന മാർക്കുകൾ. അതിൽ 24 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 24 മാർക്ക് കിട്ടിയ 4 കുട്ടികളാണുള്ളത്. അതുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 4 എന്ന് എഴുതി. 20 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയ 2 കുട്ടികളാണുള്ളത്. അതുകൊണ്ട് 2 എന്ന് എഴുതി. 20ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 2 എന്ന് എഴുതി. 30 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയ 6 കുട്ടികളാണുള്ളത്. അതുകൊണ്ട് 30ൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 6 എന്ന് എഴുതി. 42 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയ 2 കുട്ടികളാണുള്ളത്. 56 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയ 2 കുട്ടികളാണുള്ളത്. 35 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയ 3 കുട്ടികളാണുള്ളത്. 54 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയ 2 കുട്ടികളാണുള്ളത്. 40 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയ 4 കുട്ടികളാണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുക. ഇത് വരച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2015 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അണ്ടർ എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം ഓപ്ഷൻ എ, ദ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് എക്സ്ക്ലൂഡഡ് ഇൻ ദി ക്ലാസ് ഇൻ്റർവെൽ. ഒരു ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് ക്ലാസ് ഇൻ്റർവെല്ലിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യും, ഒഴിവാക്കും എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബി, ദ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലാസ് ഇൻ്റർവെൽ. ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ ഒരു ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് ഇൻക്ലൂഡ് ചെയ്യും, ഉൾപ്പെടുത്തും എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സി എന്താണ്? ദ ലോവർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് എക്സ്ക്ലൂഡഡ് ഇൻ ദി ക്ലാസ് ഇൻ്റർവെൽ. ഒരു ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യും, ഒഴിവാക്കുന്നതാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ദ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് എക്സ്ക്ലൂഡഡ് ഇൻ ദി ക്ലാസ് ഇൻ്റർവെൽ. എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം തയ്യാറാക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ക്ലാസ് ഇൻ്റർവെല്ലിൽ നിന്നും അപ്പർ ലിമിറ്റ് നമ്മൾ ഒഴിവാക്കും. എക്സ്ക്ലൂസീവ് മെത്തേഡ് പറഞ്ഞാൽ ഇതാണല്ലോ, ഒരു ഉദാഹരണം ഇതാണല്ലോ. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 ഇതൊരു എക്സ്ക്ലൂസീവ് മെത്തേഡിന് ഉദാഹരണമാണല്ലോ. ഇതിൽ 0 to 10 എന്ന് പറയുന്ന ആദ്യത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 0 to 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ 0 to 10 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റായ 10, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട് 10. ഈ 10 നമ്മൾ 0 to 10 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തില്ല. അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്ലാസ്സായ 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്ലാസ്സസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് മാനർ. ക്ലാസ്സുകൾ നമുക്ക് ഇൻക്ലൂസീവ് സീരീസ് ആയിട്ടും എക്സ്ക്ലൂസീവ് സീരീസ് ആയിട്ടും, ഇൻക്ലൂസീവ് ശ്രേണിയിലും എക്സ്ക്ലൂസീവ് ശ്രേണിയിലും നമുക്ക് ക്ലാസ്സുകൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ആവർത്തി വിതരണ പട്ടികയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പോയിൻ്റ് ഔട്ട് എനി 2 ഫീച്ചർ വിച്ച് ഹെൽപ്പ് അസ് ടു ഡിസ്റ്റിങ്ക്വിഷ് ദം. ഇൻക്ലൂസീവ് സീരീസും എക്സ്ക്ലൂസീവ് സീരീസും തമ്മിലുള്ള 2 വ്യത്യാസത്തിനെ പറ്റി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ് ആർ നോട്ട് ഈക്വൽ. ഇൻക്ലൂസീവ് സീരീസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കില്ല തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. എന്നാൽ ബട്ട് ഇൻ എക്സ്ക്ലൂസീവ് ക്ലാസ് അപ്പർ ലിമിറ്റ് ഓഫ് ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ് ആർ ഈക്വൽ. എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ് പ്രകാരം അറേഞ്ച് ചെയ്തിട്ടുള്ള, എക്സ്ക്ലൂസീവ് ശ്രേണി പ്രകാരം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ
ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തന്നെയായിരിക്കും തൊട്ടു താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. അതാണ് ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്താ? ഇൻ എക്സ്ക്ലൂസീവ് മെത്തേഡ് അപ്പർ ലിമിറ്റ് ഓഫ് ക്ലാസ് ആർ എക്സ്ക്ലൂഡഡ്. എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ക്ലാസ് കോളത്തിലെ അപ്പർ ലിമിറ്റുകൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. എന്നാൽ ഇൻക്ലൂസീവ് മെത്തേഡിലോ, ബട്ട് ഇൻ ഇൻക്ലൂസീവ് മെത്തേഡ് അപ്പർ ലിമിറ്റ് ഓഫ് ക്ലാസ് ആർ ഇൻക്ലൂഡഡ്. ഇൻക്ലൂസീവ് മെത്തേഡ് പ്രകാരം തയ്യാറാക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ അപ്പർ ലിമിറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇതാണ് ഈ ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ക്ലാസ്സും തമ്മിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം. അടുത്തൊരു ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾ ഈസ് നോൺ ആസ്. 2 ഡാറ്റ കാണിക്കുന്ന 2 വിവരങ്ങൾ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ 2 ഡാറ്റ 2 വേരിയബിൾ അവതരിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ആവൃത്തി വിതരണ പട്ടികയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ബി ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ സി മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ 2 ഡാറ്റ കാണിക്കുന്ന അഥവാ 2 വേരിയബിൾ കാണിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുക. നമ്മൾ ഫോക്കസ് ഏരിയയുടെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പറ്റി. 2 ഡാറ്റ കാണിക്കുന്ന 2 വിവരങ്ങൾ അവതരിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ്, ആവൃത്തി വിതരണ പട്ടികയാണ് നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2017 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ബൈ എക്സ്ക്ലൂസീവ് മെത്തേഡ് ബൈ ടേക്കിംഗ് ക്ലാസ് ഇൻ്റർവെൽ ഓഫ് 5 ബൈ യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരമുള്ള ക്ലാസ് ഇൻ്റർവെൽ 5 എടുത്തിട്ട് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ ക്ലാസ് ഇൻ്റർവെല്ല് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം 5 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം ക്ലാസ് ഇൻ്റർവെൽ 5 വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുള്ളത് 0 to 5 ആണ്. അവസാനത്തെ ക്ലാസ് എത്രയാണ്? 35 to 40 ആണ്. ആദ്യത്തെ ക്ലാസ് 0 to 5 അതെന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? ആദ്യത്തെ ക്ലാസ് 0 to 5 എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അതെന്തുകൊണ്ടാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ 1 ആണ്. 1 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് ഏതാണ്? 0 to 5 ആണ്. അതുകൊണ്ടാണ് 0 to 5 എന്ന് പറയുന്ന ക്ലാസ്സിൽ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് 35 to 40 എന്ന് പറയുന്ന ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ 36 ആണ്. 36 എന്ന് പറയുന്ന സംഖ്യ ഉൾക്കൊള്ളുന്ന ക്ലാസ് 35 to 40 എന്ന് പറയുന്ന ക്ലാസ്സാണ്. അപ്പോൾ അതാണ് അവസാനത്തെ ക്ലാസ്. ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ ഞാൻ 5 ആയിട്ടാണ് എടുത്തത്. 0 to 5 അതിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ ക്ലാസ് ഇൻ്റർവെൽ. 0 5 തമ്മിലുള്ള വ്യത്യാസം 5 തന്നെയാണ്. അടുത്തത് 10 to 15, 15 to 20, 20 to 25, 25 to 30, 30 to 35, 35 to 40. അപ്പോൾ ഈ 0 to 5 ആദ്യത്തെ ക്ലാസ് ആണല്ലോ 0 to 5. 0 to 5 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഫ്രീക്വൻസി എഴുതേണ്ടത്? രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് 0നും 5നും ഇടയ്ക്ക് വരുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക. അത് നമ്മൾ ഫ്രീക്വൻസി കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ എഴുതും. 0നും 5നും ഇടയ്ക്ക് വരുന്ന എത്ര സംഖ്യകൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഈ ക്വസ്റ്റ്യനിൽ 5 കൊടുത്തിട്ടുണ്ട്. 5 എന്ന് പറയുന്ന സംഖ്യ കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കേണ്ടത്.
അപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം തയ്യാറാക്കുമ്പോൾ ഈ 5 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ 0 to 5 എന്ന് പറയുന്ന ക്ലാസ്സിലല്ല ഉൾപ്പെടുത്തുക, അതിൻ്റെ തൊട്ട് താഴെയുള്ള 5 to 10 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തുക 5 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം ക്ലാസ് ഇൻ്റർവെൽ 5 എടുത്തിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ ഇത് വരച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എ ടീച്ചർ ഡിവൈഡ്സ് ഹെർ സ്റ്റുഡൻസ് ഇൻ ടു 6 ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്സ് ദേ ഒബ്റ്റൈൻഡ് ഇൻ ദി ക്ലാസ് ടെസ്റ്റ്. ഒരു ടീച്ചർ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 6 ഗ്രൂപ്പുകളായി തരംതിരിച്ചു. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടീച്ചർ കുട്ടികളെ ക്ലാസ്സിലുള്ള കുട്ടികളെ 6 ഗ്രൂപ്പുകളായി തരംതിരിച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് യൂസ്ഡ് ബൈ ദ ടീച്ചർ ഫോർ ദിസ് പർപ്പസ്. ഇവിടെ ഈ ടീച്ചർ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഏതാണ്, ഏത് തരം ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ഈ ടീച്ചർ നടത്തിയത് എന്നതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ടീച്ചർ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. ഓപ്ഷൻ ബി ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. ഓപ്ഷൻ സി ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. ഓപ്ഷൻ ഡി സ്പേഷ്യൽ ഓർ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നും പറയും ഇതിനെ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, സ്റ്റുഡൻസിനെ ടീച്ചർ 6 ഗ്രൂപ്പുകളായി തരംതിരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാർക്ക് എന്തിന് ഉദാഹരണമാണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ടീച്ചർ കുട്ടികളെ 6 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്തത്, തരംതിരിച്ചത്. അപ്പോൾ മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. അപ്പോൾ ഇത് എന്തിന് ഉദാഹരണമാണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് ഉദാഹരണമാണ്, പരിണാത്മകമായ തരംതിരിക്കലിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. ഇതിൻ്റെ 2ൻ്റെ ഉത്തരം എഴുതിയാൽ നമുക്ക് 2 വീതം മാർക്ക് കിട്ടും. അങ്ങനെ 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈഡ് ഡാറ്റ ഈസ് ബെറ്റർ ദാൻ റോ ഡാറ്റ, സബ്സ്റ്റാൻഷിനേറ്റ്. ക്ലാസിഫൈ ചെയ്തിട്ടുള്ള തരംതിരിച്ചിട്ടുള്ള വിവരങ്ങൾ റോ ഡാറ്റയേക്കാൾ, തരംതിരിക്കാത്ത വിവരങ്ങളെക്കാൾ നല്ലതാണ്, ബെറ്ററാണ്. നിങ്ങളുടെ ഉത്തരം സ്വാധീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, സബ്സ്റ്റാൻഷിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റോ ഡാറ്റയേക്കാൾ ക്ലാസിഫൈഡ് ഡാറ്റ മികച്ചതാണ്. എന്തുകൊണ്ട് എന്നതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ തരംതിരിച്ച, ക്രമീകരിച്ച, പ്രത്യേക രീതിയിൽ ചില സമാനതകൾക്കനുസരിച്ച് തരംതിരിച്ച വിവരങ്ങളെയാണ് നമ്മൾ ക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലാസിഫൈഡ് ഡാറ്റയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതി വെക്കേണ്ടത്. അതിന് 2 പോയിൻ്റ് എഴുതി വയ്ക്കുക. ഒന്ന്, ക്ലാസിഫൈഡ് ഡാറ്റ ആർ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. തരംതിരിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ. താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, തരംതിരിച്ച വിവരങ്ങൾ താരതമ്യ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഓപ്ഷൻ എൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓപ്ഷൻ ബി, ഐഡൻറ്റിഫൈ ദി ഇമ്പോർട്ടൻറ്റ് വേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. വിവിധ തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ പറ്റി എഴുതാനാണ് നമ്മളോട് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. പ്രധാനമായും 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. 2, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. 3, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. 4, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. അപ്പോൾ ഈ 4 പോയിൻ്റ് എഴുതി വെച്ചാൽ ഓപ്ഷൻ ബിയുടെ ഉത്തരമായി 2 മാർക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ഓപ്ഷൻ എയുടെ ഉത്തരവും ഓപ്ഷൻ ബിയുടെ ഉത്തരം എഴുതി വെച്ചാൽ നമുക്ക് ആകെ 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.